സിവിൽ വൈസറിൻ്റെ മെമ്മറി ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൺട്രിംഡ് ആൻഡ് ട്രിംഡ് സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്സ് എളുപ്പത്തിൽ എങ്ങനെ ഓർത്തു വെക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഇതിനകത്ത് A0 സൈസിൻ്റെ ട്രിംഡ് ആൻഡ് അൺട്രിംഡ് സൈസസ് മാത്രം ഓർത്തു വെക്കുക. അതായത് അണ്ടർലൈൻ ചെയ്ത ആ രണ്ട് സൈസുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. നമുക്കറിയാം A0 സൈസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. 1 മീറ്റർ സ്ക്വയറുള്ള ഈ ഷീറ്റിൻ്റെ വലിയ ഡയമെൻഷൻ 1189 mm ഉള്ള ആ സൈസ് നേരെ സെൻട്രലിലൂടെ ഹാഫ് ആക്കിയാൽ കിട്ടുന്നതാണ് A1 എന്ന ഷീറ്റിൻ്റെ ട്രിംഡ് സൈസ്. അതായത് 1189/2 എന്നതായിരിക്കും A1ൻ്റെ ഒരു ഡയമെൻഷൻ. അതിൽ ഡെസിമൽ വരുന്നുണ്ടെങ്കിൽ ആ ഡെസിമൽ നെഗ്ലിക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1189/2 594 കിട്ടും. ഡെസിമൽ നെഗ്ലിക്റ്റ് ചെയ്താൽ 841 കട്ട് ചെയ്യപ്പെടാത്ത സൈഡാണ്. അതായത് ആ 841 എന്നുള്ള ഡയമെൻഷൻ അതുപോലെ A1ൻ്റെ ഒരു ഡയമെൻഷനായി മാറുന്നു, ഒരു സൈഡായി മാറുന്നു. സെയിം ഇതേ പാറ്റേണിൽ A2ലേക്ക് വരുമ്പോൾ A1ൻ്റെ വലിയ ഡയമെൻഷനായ 841/2 ഡെസിമൽ നെഗ്ലിക്റ്റ് ചെയ്യുക, 420 കിട്ടുന്നു. 594 അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതുപോലെ തന്നെ A3 A4 എന്നീ ഷീറ്റുകളുടെയും ട്രിംഡ് സൈസസ് നമുക്ക് കിട്ടും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം 70% കാൻഡിഡേറ്റ്സ് ഓൾറെഡി പഠിച്ചു വെച്ചതായിരിക്കാം, ട്രിംഡ് സൈസസ്. പക്ഷെ നമുക്കറിയാം PSC ഇപ്പോൾ കുറച്ച് പാറ്റേണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചുകൂടി അഡ്വാൻസായി പോയിന്റ്സ് കണക്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഇനി കുറച്ചുകൂടി ബെറ്റർ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ അൺട്രിംഡ് സൈസസ് കൂടി എങ്ങനെ ഓർത്തിരിക്കാം എന്ന് നമുക്ക് നോക്കാം. അൺട്രിംഡ് സൈസസ് ഓർത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ട്രിംഡ് സൈസസിൻ്റെ കൂടെ 30 ആഡ് ചെയ്താൽ നമുക്ക് അൺട്രിംഡ് സൈസസ് കിട്ടും. പക്ഷേ ട്രിംഡ് സൈസിലെ ഡയമെൻഷൻസ് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അല്ലെങ്കിൽ തൊട്ടടുത്ത 5ൻ്റെ മൾട്ടിപ്പിളിലേക്ക് മാറ്റിയ ശേഷം അതിനോട് 30 ആഡ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. A4ൻ്റെ ട്രിംഡ് സൈസസ് 297/210. അതിൽ 210നോട് നമ്മൾ 30 ആഡ് ചെയ്യുന്നു, 240 കിട്ടുന്നു. 297 അതിന് തൊട്ടടുത്ത 5ൻ്റെ മൾട്ടിപ്പിളിലേക്ക് മാറ്റുന്നു, അതായത് 300. 300 + 30 330. ഇതേ രീതിയിൽ നമുക്ക് A3 A2 എന്നിവയുടെ സൈസസും കിട്ടുന്നു. ഇതിൽ ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉള്ളത്, 841ൻ്റെ കൂടെ 30 ആഡ് ചെയ്താൽ നമുക്ക് 880 കിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. പക്ഷേ നമ്മൾ ഓൾറെഡി A0ൻ്റെ അൺട്രിംഡ് സൈസസ് പഠിച്ചു വെച്ചിട്ടുണ്ട്, 1230/880. അതുകൊണ്ട് തന്നെ ആ 880 താഴേക്ക് ട്രാൻസ്ഫർ ആകുന്നു, ട്രിംഡ് സൈസസിൽ പറഞ്ഞതുപോലെ. ആ രീതിയിൽ ആ കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.